തൊപ്പിയുടെ ഈ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് കുറേയധികം പേര് ഫസ്മിനയുടെ അടുത്ത് ചെന്ന് കമൻ്റായിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. തൊപ്പിയെപ്പറ്റി കേൾക്കുന്നതൊക്കെ സത്യമാണോ, ഫസ്മിനയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഫസ്മിന ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിതിനെക്കുറിച്ചൊന്നും ഇപ്പം സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ല. ഇപ്പം എന്നെപ്പറ്റി തൊപ്പിയൊന്നും വീഡിയോ ആയിട്ടൊന്നും തന്നെ ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്തിനാണ് തൊപ്പിയെ പറ്റിയ ആവശ്യമില്ലാതെ വീഡിയോ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫസ്മിനെ ഒരു വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് തൊപ്പിക്കെതിരെ കുറേയധികം ആരോപണങ്ങൾ വരുന്നുണ്ട്. പല പെൺകുട്ടികളെ ചതിച്ചു എന്ന് പറയുന്നുണ്ട്, അവർ ഗർഭമുണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഫസ്മിനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ തൊപ്പിക്കെതിരെയാണ് സംസാരിക്കുന്നത്. ഞാനൊട്ടേക്ക് തൊപ്പിയായിട്ട് പിരിഞ്ഞതിന് ശേഷം കുറേയധികം നെഗറ്റീവ് അന്ന് തൊട്ടേ എനിക്ക് വരുന്നുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ഫുൾ നെഗറ്റീവ് മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പം കുറേയധികം കാര്യങ്ങളൊക്കെ തൊപ്പിക്കെതിരെയൊക്കെ വരുന്നുണ്ട്. അതിൽ കുറേയധികം കാര്യങ്ങൾ സത്യം തന്നെയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനിയും നിങ്ങൾ തൊപ്പിയെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടി കുറേയധികം കാര്യങ്ങൾ പുറത്ത് വരാനുണ്ട്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് കുറേയധികം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോന്ന് സത്യങ്ങളായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല തൊപ്പി എന്നുള്ള രീതിയിലാണ് ഫസ്മിന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളത് കാര്യം കൂടി ഫസ്മിന പറയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ആൾക്കാരെ എന്നും ഫസ്മിന പറയുന്നുണ്ടായിരുന്നു.